1498 മെയ് 28 വാസ്കോഡ ഗാമ കേരള മണ്ണിൽ കാലുകുത്തിയത്. എന്നാൽ അതിന് 10 ദിവസം മുന്നേ അദ്ദേഹം കേരളത്തിലെവിടെയോ എത്തിയിരുന്നു. പക്ഷേ കരയിലിറങ്ങുവാൻ ധൈര്യമില്ലായിരുന്നു. കാരണം അന്യദേശക്കാരെ കണ്ടാൽ സ്വദേശികൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നറിയില്ലല്ലോ. അതുകൊണ്ട് കടലിൽ മീൻ പിടിക്കുവാൻ പോയ മുക്കുവരോട് ആദ്യം പോർച്ചുഗീസുകാർ സൗഹൃദമുണ്ടാക്കി. അവർക്ക് സമ്മാനങ്ങളും ഭക്ഷണവും നൽകി. ഈ വാർത്തയറിഞ്ഞ് കപ്പലിന്റെ അരികിലെത്തിയവരുടെ കയ്യിൽ നിന്നും നല്ല വില കൊടുത്ത് മീനുകൾ വാങ്ങി അവരുമായി സൗഹൃദം സ്ഥാപിച്ചു. അങ്ങനെ നാട് സേഫാണെന്ന് മനസ്സിലായതോടെ പോർച്ചുഗീസുകാർ കപ്പലിലുണ്ടായ ഒരു അടിമയെ അവരുടെ കൂടെ കരയിൽ വിട്ടു. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ഒരാൾ നാട്ടിലെത്തിയെന്ന വാർത്ത പടർന്നതോടെ പോർച്ചുഗീസ് ഭാഷ അറിയാവുന്ന ടുണീഷ്യക്കാരനായ ഒരു മൂർ അയാളെ കാണുവാനായി എത്തി. തേടിയ വള്ളിയാണ് കാലിൽ ചുറ്റിയത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഇദ്ദേഹത്തെ നേരെ വാസ്കോഡ ഗാമയുടെ അടുത്തു കൊണ്ടുപോയി. വാസ്കോഡ ഗാമ തന്റെ ആഗമന ലക്ഷ്യം പറയുകയും കൂടാതെ തന്റെ കൂടെ വന്ന 2 പോർച്ചുഗീസുകാരെ സാമൂതിരിയുടെ അടുത്തെത്തിക്കുവാൻ ടുണീഷ്യൻ മൂറിനോട് ഗാമ ആവശ്യപ്പെട്ടു. ഈ ആവശ്യപ്രകാരം അവർ ആദ്യം കോഴിക്കോട് എത്തുകയും ശേഷം സാമൂതിരി പൊന്നാനിയിലാണെന്ന് അറിഞ്ഞതോടെ അവിടെ പോയി സാമൂതിരിയെ കാണുകയും ചെയ്തു. എന്തുകൊണ്ട് സാമൂതിരി അന്ന് ഇന്ത്യയിൽ തന്നെ വെച്ച് ഏറ്റവും വലിയ തുറമുഖ പട്ടണങ്ങളിലൊന്നായ പൊന്നാനിയെ തലസ്ഥാനമാക്കാതെ കോഴിക്കോടിനെ തലസ്ഥാനമാക്കിയത്? കാരണം പൊന്നാനി ഒരു നാച്ചുറൽ ഹാർബറാണ്. ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായാൽ അവരുടെ പടക്കപ്പൽ തീരത്തോടടുക്കുകയും അവരുടെ ആക്രമണം എളുപ്പമാവുകയും ചെയ്യും. അതുകൊണ്ട് വലിയ പടക്കപ്പലുകൾക്ക് കരയോടടുക്കുവാൻ കഴിയാത്ത കോഴിക്കോടാണ് സാമൂതിരി കോട്ട പണിഞ്ഞിരുന്നത്. വാസ്കോഡ ഗാമയുടേത് വലിയ കപ്പലായതുകൊണ്ട് കോഴിക്കോട് അടുക്കുവാൻ കഴിയില്ല. കോഴിക്കോട് വരണമെങ്കിൽ ആദ്യം കപ്പലിൽ നിന്ന് ഉരുവിലോ അല്ലെങ്കിൽ ചെറു ബോട്ടിലോ ഇറങ്ങി വരേണ്ടി വരും. അതുകൊണ്ട് വാസ്കോഡ ഗാമ കാപ്പാട് വെച്ച് കപ്പലിൽ നിന്ന് താഴെയുള്ള ബോട്ടിൽ കയറി കരയിൽ പ്രവേശിച്ചു. ഈ പറഞ്ഞതിലാണ് വലിയൊരു ബ്ലണ്ടർ ഉള്ളത്. കപ്പലിൽ നിന്ന് ബോട്ട് വഴിയാണ് വരുന്നതെങ്കിൽ എന്തിന് കാപ്പാട് ഇറങ്ങണം? നേരെ ഡയറക്റ്റ് കോഴിക്കോട് ഇറങ്ങിയാൽ പോരെ? അത് മാത്രമല്ല, കാപ്പാടിന്റെ വളരെ അടുത്ത് വലിയൊരു നാച്ചുറൽ ഹാർബർ ഉള്ളപ്പോൾ എന്തിന് ബോട്ടിൽ കയറി കഷ്ടപ്പെട്ട് കരയിലിറങ്ങണം? ഇബൻ ബത്തൂത്തയുടെ വിവരണത്തിലൂടെ ലോകപ്രശസ്തമായ പന്തലായനി കൊല്ലം ഹാർബറാണ് ആ തുറമുഖം. ഇന്നത്തെ കൊയിലാണ്ടിയുടെ അടുത്താണ് ഈ തുറമുഖ പട്ടണമുള്ളത്. അതുകൊണ്ട് വാസ്കോഡ ഗാമ പന്തലായനിയിലാണ് ഇറങ്ങിയത്, കാപ്പാടല്ല. അവിടെ നിന്ന് കോരപ്പുഴയിലൂടെ സഞ്ചരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഗാമയെ കാപ്പാടുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയി വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി. കാപ്പാട് ഒരുപാട് നേരം വാസ്കോഡ ഗാമ ചെലവിടുകയും ചെയ്തു. വീണ്ടും കോരപ്പുഴയിലൂടെ വഞ്ചികളിൽ സഞ്ചരിച്ചും കരയിലൂടെ പല്ലക്കിലുമായി യാത്ര തുടർന്നു. സൂര്യാസ്തമനത്തിന് 1 മണിക്കൂർ മുന്നേ കോഴിക്കോട് പട്ടണത്തിൽ എത്തിച്ചേർന്നു.